അജഗജാന്തരത്തിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരാൻ പോകുന്നൊക്കെ ഓരോ റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനും കേട്ടു. ചേട്ടൻ ഓൾറെഡി ഒരു ആനപ്രാന്തൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ മുതലായിരുന്നു ഈ ഒരു ആനയോടുള്ള ഒരു കമ്പം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്നാ കുറച്ച് സീനുള്ള സാധനം ചോദിക്കട്ടെ. ഒരാളോട് ഒരു കുഴപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അയാള് കിണറ്റിലേക്ക് എടുത്ത് ചാടി. എന്തിനായിരിക്കും? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടോ? അച്ഛൻ സൂര്യൻ, അമ്മ കടൽ, കുടില് മുതൽ കൊട്ടാരം വരെ ഞാനുണ്ട്. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ആരാണ് ഞാൻ? ഉപ്പ്. ഇതൊക്കെ എന്ത്? ഹായ് എവരിവൺ. മലയാള സിനിമയിൽ തങ്ങളുടേതായിട്ടുള്ള സ്ഥാനം നേടിയെടുത്ത രണ്ട് വ്യക്തികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കിച്ചു ആൻഡ് ഗോകുലൻ. വെൽക്കം ടു മഴയിൽ കേരളം. അങ്ങനെ പട്ടാപ്പകൽ എന്ന സിനിമയുടെ വിശേഷമാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആദ്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടോ? അതായത് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു, ഈ പടത്തിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ കോമ്പിനേഷൻ സീൻസ് കുറവാണ്. അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് പടത്തില്. കുറെ ചെറിയ ചെറിയ എപ്പിസോഡുകൾ. അപ്പൊ ഓരോ എപ്പിസോഡിലുള്ളവർ അടുത്ത ഓരോ സ്പേസ് ഉണ്ട്. സുചേട്ടൻ, നമ്മൾ, കൃഷ്ണശങ്കരൻ, എല്ലാവർക്കും ഓരോരോ സ്പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു എപ്പിസോഡിലുള്ളവർ അടുത്ത എപ്പിസോഡിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൊക്കേഷൻ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങള് പരസ്പരം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല. വേറെ പടം ചെയ്യുമ്പോഴാണ് ഈ പടത്തില് അറിയില്ലായിരുന്നു. കൊള്ളാം. ചേട്ടൻ പൊതുവെ ഇടിപ്പടങ്ങളൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഇതിൽ പക്ഷെ നമ്മൾ കാണുന്നത് ഒരു ഹ്യൂമർ കൈൻഡ് ഓഫ്, ഈവൻ കോസ്റ്റ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കാണുന്നതും അങ്ങനത്തെ ഒരു ജോണർ പോലെയാണ് തോന്നുന്നത്. എങ്ങനെയാണ് ക്യാരക്ടർ ഒന്ന് പറയാമോ? ഇടിയില്ല. ഇപ്പൊ എന്തായാലും കുറച്ച് പടങ്ങൾ ഇനി ഇടിയില്ലാത്ത വന്നുണ്ടല്ലേ, മടുത്തു തുടങ്ങി. ട്രെയിലറിൽ ഒന്ന് രണ്ട് ഇടി കൊടുക്കുന്നത് കാണുന്നുണ്ട്, അടിക്കുന്നത് കാണുന്നുണ്ട്. അത് ആ സിറ്റുവേഷൻ അങ്ങനത്തെ കുറച്ച് ഹ്യൂമർ പരിപാടിയാണ് ഈ പടത്തില് പോണത്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു പരിപാടി. ഹ്യൂമർ പരിപാടി ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. അതിൽ പറഞ്ഞോണ്ട് ഈ പട്ടാപ്പകല്. അപ്പൊ ഇവരായിട്ട് കോമ്പിനേഷൻ ഇല്ല. ഇവര് വരുന്ന വേറൊരു ഏരിയയിലെ വന്നവര്. ഈ ഒറ്റ ദിവസം അതിന്റെ പേരില് എല്ലാവരും ചുറ്റിപ്പറ്റി ഇങ്ങനെ പോകുന്ന ഒരു കഥ. ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? അതായത് കട്ടക്ക് കൂടെ നിൽക്കുന്ന. അതെ, സുധീകോപ്പ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. സുധീകോപ്പയുടെ കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ കട്ടക്ക് നിൽക്കുന്ന ഒരു സുഹൃത്താണ്. ഈ സിനിമയിൽ സുധീകോപ്പയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡീൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോകുന്ന ഒരു കൂട്ടുകാരന്റെ ക്യാരക്ടറാണ്. പേരൊന്നും അറിയാൻ വഴിയില്ലല്ലോ. പേരെങ്ങനെ? അല്ല, മറ്റേ ട്രെയിലറിൽ കേട്ടായിരുന്നു. അതാ ഈ പട്ടാപ്പകലിൽ കാഴ്ചവെക്കുന്ന ഒരു സീരിയസ് ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിട്ടാണോ? ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. ഇതുവരെ കോമഡി ഒന്നുമില്ല, സീരിയസ് ആയിട്ടുള്ള പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ഒരു ആണല്ലേ. ഈ ഗോകുലൻ ചേട്ടൻ പറഞ്ഞ പോലെ കട്ടക്ക് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു, അതേപോലെ കിച്ചുവിന്റെ ഒപ്പം കൂടെ നിൽക്കുന്ന ഒരു 3 പേരുണ്ട്. ഒരേപോലത്തെ ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ആ പാൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോ അവര് എങ്ങനെയാണ്? അത് കട്ടക്ക് കൂടെ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ സീനിന്ന് എഴുതി കാണിക്കുമ്പോൾ ഓടി പോകുന്ന ആൾക്കാരാണോ? ട്രെയിലറിൽ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളെ കണ്ടപ്പോ ചിരിച്ചു. അപ്പൊ അതിനെക്കാട്ടും മണ്ടന്മാരായിരിക്കും അവര്. മനസ്സിലായോ? അങ്ങനത്തെ ഉള്ള ഒരാളെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആലോചിക്കാലോ ഒന്നും ഇങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും വില്ലനാണ്. മെയിൻ വില്ലനാണ്. ഇടി കൊടുക്കാത്ത വില്ലൻ, ഇടി കൊടുക്കാത്ത ഇടി കൊള്ളാത്ത വില്ലൻ, പാവം വില്ലനാണ്, നിഷ്കളങ്കനായ. അതായത് ഈ സിനിമ മൊത്തം ചുറ്റിപ്പറ്റി പോകുന്നത് ഒരു വിന്റേജ് കാറിനെ ബേസ് ചെയ്തിട്ടല്ലേ. നിങ്ങള് റിയൽ ലൈഫില് ഈ വിന്റേജ് കാറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? അല്ലെങ്കിൽ അതിനെ? പിന്നെ വണ്ടി ഇഷ്ടമാണല്ലോ, വിന്റേജ് കാർ ഇഷ്ടമാണ്. പക്ഷെ അത് വാങ്ങിക്കാൻ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ കാറ് ഓടിച്ചു നോക്കിയായിരുന്നു? സെറ്റിൽ ഉണ്ടായിരുന്ന കാറ് എന്റെ വണ്ടിയാണുള്ളത്. ആണോ? ശരി. അതായത് കോൺടസ്റ്റ്. ശരി. ചേട്ടൻ ഓൾറെഡി ഒരു ആനപ്രാന്തൻ എന്നുള്ള രീതിയിലും ആൾക്കാരുടെ ഇടയിൽ അറിയുന്നുണ്ട്. എപ്പോ മുതലായിരുന്നു ഈ ഒരു ആനയോടുള്ള ഒരു കമ്പം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവൻ പ്രൊഫൈലിലും ഉള്ള ഫോട്ടോയിലും ഈ ഒരു ആന ഉണ്ട്. ആനയുണ്ട്, എപ്പോഴും ഉണ്ടാവും. വീട്ടിൽ ആനേനെ വളർത്തുന്നുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ലീസ് എടുത്തിട്ട്
അമ്പലത്തിൽ കൊടുക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായിട്ടില്ല. പിന്നെ വീട്ടിലൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, 10 അടിയുള്ളത് ആനയുടെ. ശരി. അജഗജാന്തരത്തിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെ ഓരോ റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനും കേട്ടു പറയണത്. അതുള്ളതാണോ, വരാൻ പോകുന്നുണ്ടോ? അങ്ങനെ പ്ലാനിങ്ങിൽ ഉണ്ട്, തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. നടക്കട്ടെ. അതെ, നടക്കട്ടെ. തല്ലുമാല സിനിമയില് ഒരു അടി ഉണ്ടാവാനുള്ള മെയിൻ കാരണക്കാരൻ ചേട്ടനായിരുന്നു ആ ഒരു സിനിമയില്. അപ്പൊ ഇവിടെയും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, ഇവിടെ ഒരു വലിയ അടി സോൾവ് ചെയ്യുന്ന ആള് ഞാനാ. ആണ്. അത് നല്ലവനാ. അന്ന് അങ്ങനെ ചേട്ടൻ ക്യാരക്ടർ കിട്ടാൻ കാര്യം ഓപ്പോസിറ്റ് ഉള്ള സ്വഭാവം. അതൊന്നും ഇതൊരു വലിയ അടിയിലേക്ക് എത്താവുന്ന ഒരു സംഭവം സോൾവ് ചെയ്ത് കൊടുക്കുന്ന ഞാനാണ്. സുധികോപ്പയുടെ ഒരു വലിയ ഇഷ്യൂ അതിനകത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ജോണി ആന്റണി ചേട്ടനോടുള്ള കോമ്പിനേഷൻ സീൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒരു സീൻസ് ഇല്ല, ജോണി ചേട്ടനെ കണ്ടിട്ടില്ല. ചേട്ടന്റെ ആക്ടിംഗ് ഒക്കെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മാറിയെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട്? ഇല്ലെന്ന്, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോരുത്തർക്കും ഓരോരോ ഏരിയകള്. ഞാനും സുധികോപ്പയും ആമിനെയും രമേശ് പിഷാരടി, രഞ്ജിത്ത് കാങ്കോല്, ഞങ്ങൾക്ക് 4 പേർക്ക് ഒരു ദിവസമായിരുന്നു ഷൂട്ട്. ഇവർക്ക് വേറെ ദിവസമായിരുന്നു ഷൂട്ട്. ഞാന് നമ്മുടെ കിച്ചു, പിന്നെ അതേപോലെ ഫ്രാങ്കോ, പ്രശാന്ത് മുരളി, വിനീതേട്ടൻ, ഞങ്ങൾ അങ്ങനെ വേറൊരു ടീമായിട്ട് അങ്ങനെ പോകും. അപ്പൊ ലൊക്കേഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഇവരുടെ എപ്പിസോഡ്. പാട്ടൊക്കെ ഉണ്ട്, ഞങ്ങൾക്കൊരു പാട്ടൊക്കെ ഉണ്ട്, ഒരു പാട്ടും ഉണ്ടായിരുന്നു. സുധികോപ്പയുടെ ഒരു നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ ചില ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിൽ തന്നെ ട്രെയിലറിൽ തന്നെ നമുക്ക് ചിരിക്കാനുള്ള വക ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്തെങ്കിലും കോമഡി കാര്യം പറയുമ്പോൾ നമുക്ക് ചിരി വരും. എന്നാൽ സെൻറ്റി അടിച്ചാൽ നമുക്ക് അത്രയും രീതിയിൽ അയ്യോ പാവം എന്നുള്ളൊരു സാധനം തോന്നും. അതാ ഞാനിപ്പോ പെട്ടെന്ന് ചോദിച്ചു. പക്ഷെ ഇതായിരുന്നല്ലേ അവസ്ഥ, കോമ്പിനേഷൻ സീൻ ഇല്ല. എന്തായാലും ആഷിഖ് ഉസ്മാന്റെ മിക്ക പ്രൊഡക്ഷൻ ഹൗസിലും ഗോകുലൻ ചേട്ടനും ഉണ്ട്. അപ്പൊ ഇനി ഒരു ഇടിപ്പടം വരാൻ പോകുന്നു ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ എന്തോ? അതിലില്ല. അത് ആക്ച്വലി അത് ആഷിഖ് ഉസ്മാൻ അല്ല എന്റെ പ്രൊഡ്യൂസർ. എന്റെ പ്രൊഡ്യൂസർ ഖാലിദ് റഹ്മാൻ തന്നെയാണ്. പക്ഷെ ആ പടത്തില് ഞാനില്ല. നമുക്ക് കുറച്ച് ഈ പടം അല്ലാത്ത രീതിയിൽ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിച്ചു നോക്ക്, ഫണ്ണാവാൻ നോക്കാം. കുഴപ്പിക്കരുത്. കുഴപ്പിക്കില്ല, സിമ്പിൾ ആണ്. പക്ഷെ ഇതിന്റെ ആൻസർ കേട്ടിട്ടുണ്ടെന്നും പറയരുത്, ഫണ്ണായിട്ട് ഉള്ള രീതിയിൽ എടുക്കാം. ഓക്കെ. സിനിമയിലില്ലാത്ത ആക്ഷൻ അല്ല, അയ്യോ നല്ല ആൻസർ ആണ്. അതല്ല, വേറൊരു ആക്ഷൻ. സിനിമയിലില്ലാത്ത ആക്ഷൻ ഫിക്സ് ആക്ഷൻ. കറക്റ്റ്. ആരെങ്കിലും പറഞ്ഞോടാ? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അച്ഛൻ സൂര്യൻ, അമ്മ കടൽ, എന്താ പറയാ, കുടില് മുതൽ കൊട്ടാരം വരെ ഞാനുണ്ട്. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ആരാണ് ഞാൻ? ഉപ്പ്. ചേട്ടൻ പഠിച്ചിട്ടോ? ഞാൻ അടുത്ത് ചോദിക്കട്ടോ. എന്തെങ്കിലും 1-2 ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. എന്നാ കുറച്ച് സീനുള്ള സാധനം ചോദിക്കട്ടെ? ഒരാളോട് ഒരു കുഴപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അയാള് കിണറ്റിലേക്ക് എടുത്ത് ചാടി. എന്തിനായിരിക്കും? ഒരാളോട് ഒരു കുഴപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോ, ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അയാള് കിണറ്റിലേക്ക് എടുത്ത് ചാടി. എന്തിനായിരിക്കും അയാളെ കിണറ്റിലേക്ക് എടുത്ത് ചാടിയത്? അല്ല, ചാടി എന്തിനായിരുന്നു? ഇല്ല, പാസ്. അറിയില്ല. ആദ്യമേ പാസ്. ഉത്തരം പറഞ്ഞു. അല്ല, അയാളെ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിട്ട്. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞു ഫണ്ണായിട്ടുള്ള രീതിയിൽ. ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടായിരുന്നു ഇത്. വേനൽക്കാലത്ത് മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന ഭാരം. മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന ഭാരം. വേനൽക്കാലത്ത് മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന ഭാരം. ചൂടുകാലത്ത് എന്തായിരിക്കും? സംഭാരം.
അതെ correct. ശ്ശോ, ഒരെണ്ണം വെച്ച് ബാക്കി എല്ലാം സ്കോർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ വിന്നർ ആയിക്കാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും നല്ല രീതിയിൽ രണ്ടാൾക്കാരും സഹകരിച്ചിട്ട് വേറെ എവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കണം? അങ്ങനെയൊന്നുമില്ല, എവിടെയും അവൈലബിൾ ആണല്ലോ. എന്തായാലും ബാക്ക് ടു എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്? നല്ല ക്വസ്റ്റ്യൻസ്. ചേട്ടൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒന്നുമില്ല എന്റെ പോലെ. ബാക്ക് ടു നമ്മൾ പട്ടാപ്പകലിലേക്ക് വരുമ്പോ ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം ഈ ഒരു രാവിലെ ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു എന്ന് അറിഞ്ഞത്. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ടുണ്ടോ? ഒരു ഡേ നടക്കുന്ന ഇൻസിഡന്റ് ആണിത്. ഒരു ഡേ അല്ലേ, ഒരു ഡേ നടക്കുന്ന ഇൻസിഡന്റ്. അതൊരു സ്പെഷ്യാലിറ്റി അല്ലേ? അങ്ങനെയുള്ള സിനിമകൾ വളരെ കുറവല്ലേ. ഒരു ഡേ ആണ്, രാവിലെ മുതൽ സൂര്യാസ്തമിക്കുന്നവർ നടക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഇടയിൽ കുറെ എപ്പിസോഡുകളുണ്ട്. ഈ പിഷാരടി ചേട്ടനൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ ഒരുപാട് ഫൺ എലമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സെറ്റിൽ വെച്ചിട്ടായാലും അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. എന്റെ സുധിച്ചേട്ടന്റെ എപ്പിസോഡ് തീർന്നപ്പോഴാണ് രമേശിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഷൂട്ട് കഴിയുമ്പോഴാണ്, ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴാണ് രമേശ് സെറ്റിലേക്ക് എത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് അധികം സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. വന്ന് ലഞ്ച് ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ, ലഞ്ച് ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷൂട്ടിന് പോയി. അപ്പൊ അധികം ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളും കൂടെ പോയി. ഞാൻ ഷൂട്ടിന് പാക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഈ ഒരു നിഷ്കളങ്കനായ വില്ലൻ എന്ന് പറയുന്നത് മറ്റേ നന്മമരമാണോ അവരാ പറയുന്നത്? എന്തോ ആൽച്ചൂട്ടിലിരുന്ന് പറയൂലേ, നമ്മള് ഇരിക്കുന്നത് ആളുടെ ചൂട്ടിലെങ്കിലും കാണാൻ പോകുന്നൊരു നന്മമരത്തിനെയാണെന്ന്. അല്ല, ആ നന്മമരം ഞാനല്ല, വേറൊരു നന്മമരമാണ്. ഓക്കെ. പിന്നെ കൂടുതൽ പട്ടാപ്പകൽ എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് കാണണം എന്ന് പറയാമോ? നല്ലൊരു പടം ആയതുകൊണ്ട്. നല്ല എന്റർടൈനറാണ്. നല്ല നമുക്ക് എന്റർടൈനറാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഡേ നടക്കുന്ന കഥയാണെങ്കിലും ഇതിനകത്ത് പ്രണയമുണ്ട്, സൗഹൃദമുണ്ട്, വിരഹമുണ്ട്, ചേസ് ഉണ്ട്, ചെറിയ ആക്ഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പം ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ മസാലകളുടെയും കൂടിയിട്ടൊരു ബ്ലെൻഡാണ് പട്ടാപ്പകൽ. അപ്പം എല്ലാവർക്കും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എന്റർടൈനറാണ് പട്ടാപ്പകൽ. അത് തന്നെയാണ് പടം കാണാനുള്ള റീസൺ. ജൂൺ 28-ന് സിനിമ റിലീസ് ആകാൻ പോകണേണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ദി ടൈം. താങ്ക് യു സോ മച്ച്.